ഇന്ത്യയുടെ തെക്കുകിഴക്കൻ തീരത്തു നിന്ന് ഏതാണ്ട് 1200 കിലോമീറ്റർ അകലെ പ്രകൃതിയുടെ ഒരു വലിയ അത്ഭുതം പോലെ കിടക്കുന്ന ഗ്രേറ്റ് നിക്കോബാർ ദ്വീപ് വരും ദിവസങ്ങളിൽ ഇല്ലാതാകാൻ പോവുകയാണോ? പറഞ്ഞു വരുന്നത് വികസനത്തിന്റെ ബാഹ്യമോടി കാണിച്ച് പരിസ്ഥിതിയെയും തദ്ദേശീയ മനുഷ്യരെയും കോർപ്പറേറ്റുകൾക്ക് പണയം വെക്കുന്ന BJP ഭരണകൂടത്തിന്റെ വിനാശകരമായ വികസന രാഷ്ട്രീയത്തെക്കുറിച്ചാണ്. $92,000 കോടി ചെലവഴിച്ച് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന ഗ്രേറ്റ് നിക്കോബാർ പ്രൊജക്ട് ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാണ്. ഒരു അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട്, വിമാനത്താവളം, പവർ പ്ലാന്റ്, വൻകിട ടൗൺഷിപ്പ് എന്നിവയൊക്കെയാണ് മോദി സർക്കാർ നമുക്ക് മുന്നിൽ വെച്ച് നീട്ടുന്ന വാഗ്ദാനങ്ങൾ. തന്ത്രപ്രധാനമായ സൈനിക നീക്കങ്ങൾക്കും ആഗോള ചരക്കുകടത്തിനും ഇത് അനിവാര്യമാണെന്ന് പറഞ്ഞ് ഈ പദ്ധതിക്കെതിരെ ഉയരുന്ന ഏത് ശബ്ദത്തെയും ദേശവിരുദ്ധമായി ചിത്രീകരിക്കാനാണ് BJP ഭരണകൂടം ശ്രമിക്കുന്നത്. രാജ്യസുരക്ഷയെ ആരും എതിർക്കുന്നില്ല. പക്ഷേ രാജ്യത്തിന്റെ പ്രകൃതിയെയും മനുഷ്യരെയും കൊന്നുകൊണ്ടാവണോ ഈ വികസനം? ഈ പദ്ധതിക്ക് പിന്നിലെ യഥാർത്ഥ അപകടങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി വൻതോതിലുള്ള വനനശീകരണം തന്നെ. 8 ലക്ഷത്തോളം മരങ്ങൾ മാത്രമാണ് വെട്ടിമാറ്റുകയെന്ന് സർക്കാർ കാപട്യം പറയുമ്പോഴും അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം അത് 50 ലക്ഷത്തിലധികമാണ്. ഇതിന് പരിഹാരമായി BJP സർക്കാർ പറയുന്ന ഒരു വിചിത്രമായ വാദം എന്തെന്നറിയാമോ? നിക്കോബാറിലെ കാട് വെട്ടിയിട്ട് അതിനു പകരം ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഹരിയാനയിൽ മരം നടാമെന്ന്. പ്രകൃതിയെ പരിഹസിക്കുന്ന ഇതിലും വലിയൊരു വിരോധാഭാസം വേറെ എന്തുണ്ട്? രണ്ടാമതായി ഷോംപെൻ, നിക്കോബാറുകൾ എന്നീ തദ്ദേശീയ ഗോത്രവർഗക്കാരുടെ അവസ്ഥയാണ്. വനാവകാശ നിയമങ്ങളെ കാറ്റിൽ പറത്തി അവരുടെ അനുമതി നിർബന്ധപൂർവ്വം വാങ്ങിയെടുത്താണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന് മുന്നിൽ കേന്ദ്രം സമർപ്പിച്ചത്. ജൈവ വൈവിധ്യവും ആവാസ വ്യവസ്ഥയും പൂർണ്ണമായി തകരും. അതിനെയെല്ലാം മറികടന്ന് ഹരിത ട്രൈബ്യൂണൽ നൽകിയ അനുമതി ഇപ്പോൾ കൽക്കട്ട ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. 2004 സുനാമിയിൽ 15 അടിയോളം ഭൂമി താഴ്ന്നുപോയ ഭൂകമ്പ സാധ്യതയേറിയ ഈ അതീവ പരിസ്ഥിതി ലോല പ്രദേശത്താണ് കേന്ദ്രം ഈ കോർപ്പറേറ്റ് കോൺക്രീറ്റ് കാടുകൾ പണിയാനൊരുങ്ങുന്നത്. ഭീമൻ കരാറുകളിലൂടെ തങ്ങളെ തുണയ്ക്കുന്ന സ്വന്തക്കാരായ വ്യവസായ ഭീമന്മാർക്ക് ലാഭമുണ്ടാക്കി കൊടുക്കുക എന്ന BJP സർക്കാരിന്റെ സ്ഥിരം കോർപ്പറേറ്റ് അജണ്ട തന്നെയാണ് ഇവിടെയും നടപ്പാക്കുന്നത്. ജയറാം രമേശ്, രാഹുൽ ഗാന്ധി എന്നിവർ നിരന്തരം വിഷയത്തിൽ ഇടപെടുമ്പോഴും പലരും മൗനം തുടരുക തന്നെയാണ്. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി നിക്കോബാറിന്റെ സ്വച്ഛത തകർത്താലും നാളെ ആ ദ്വീപ് തന്നെ കടലെടുത്താലും തങ്ങൾക്കൊന്നുമില്ലെന്ന ഭാവത്തിലാണ് BJP സർക്കാർ മുന്നോട്ടു പോകുന്നത്. വികസനത്തിന്റെ പേരിൽ പ്രകൃതിയെയും മനുഷ്യരെയും ബലി നൽകുന്ന ഈ നയം ആർക്കു വേണ്ടിയാണ് എന്നതാണ് അടുത്ത ചോദ്യം.